സഹിക്കാം. അഖിലേച്ചിയെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ആ കല്യാണിക്ക് വേണ്ടി വക്കീലിനെ വെച്ച് വാദിക്കുന്നത് ഇളയ മരുമകളാണെന്നും കൂടി അറിഞ്ഞ ഹൃദയം പൊട്ടി ചത്തുപോവും ആ പാവം. എന്താ നന്ദനെ, ഞാൻ വല്ല അബദ്ധവും പറഞ്ഞു? നീയൊന്ന് ഞെട്ടി. കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന ആന്റി ഇപ്പോ അഖിലാന്റിയുടെ ക്ഷേമത്തെ പറ്റി സംസാരിക്കുന്ന കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം തന്നെയാ. അഖിലാന്റിയെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവൾ എന്ന് ആന്റി പറഞ്ഞ കല്യാണിയുണ്ടല്ലോ, അവൾ എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണന്റെ ഭാര്യയാ. അതായത് ആനന്ദ് കൃഷ്ണൻ താലികെട്ടി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭാര്യ. കൂടെ പിറക്കാതെ പോയ എന്റെ കൂടെ പിറപ്പ്. അപ്പോ ആ കല്യാണിക്കൊരു പ്രശ്നം വന്നാൽ അത് എന്റെയും പ്രശ്നമാണ്. ജീവൻ കൊടുത്തും കൂടെ നിൽക്കും ഈ നന്ദന. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ ആന്റി. നല്ലൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കായിരുന്നു. ആന്റി പറഞ്ഞതുപോലെ ഇതൊരു പ്രണയ ദുരന്ത കഥയല്ല, മറിച്ച് നിഴൽ പോലെ നിന്ന് ചതിക്കുന്ന ഹൃദയശൂന്യായ ഒരു വഞ്ചകിയുടെ കഥ. ശരി നന്ദന, വായിച്ച് വളരെ. പ്രിയങ്കെ, ആ കല്യാണി കോടതി സ്റ്റേ ഇത്ര എളുപ്പത്തിൽ നീക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏതോ ശക്തമായ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ആനന്ദായിരിക്കുമെന്ന എന്റെ ഒരു സംശയം. ഏതോ ശക്തമായ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞത് ശരി തന്നെയായിരിക്കും. പക്ഷേ അതൊരിക്കലും ആനന്ദല്ല. അതെ ഗംഗ, ആനന്ദ് ഒരിക്കലും അമ്മയ്ക്കെതിരെ കോടതി കയറില്ല. അതെന്താ ഇത്ര ഉറപ്പ്? ഒരേ മനസ്സായിരുന്ന അമ്മയും മകനും മാനസികമായി ഒരുപാട് അകന്നില്ലേ? ആനന്ദ് അമ്മയെ വെല്ലുവിളിച്ചിറങ്ങി പോയില്ലേ? അതുകൊണ്ട് തന്നെ അവന്റെ പ്രോജക്റ്റിനെതിരെ അഖില സ്റ്റേ വാങ്ങിയെങ്കിൽ സ്വാഭാവികമായും ആനന്ദ് ആ സ്റ്റേ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അപ്പൊ ആനന്ദ് അമ്മയ്ക്കെതിരെ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നൊരു ദിവസം ഉണ്ടാകും. അതുണ്ടാകണം പ്രിയങ്കെ. വാദിയും പ്രതിയും കോടതിയിൽ പരസ്പരം പോരടിക്കണം. അങ്ങനെ പരസ്പര വിരോധത്തിന്റെ ആക്കം കൂടണം. ഗംഗ, നിന്റെ പ്രതികാര ബുദ്ധിക്ക് മൂർച്ച കൂടിയിട്ടുണ്ട്. ഗുഡ്. പക്ഷേ ആനന്ദ് ആദ്യം നിൽക്കാൻ പോകുന്നത് കോടതിയിൽ അഖിലയ്ക്കെതിരെ സാക്ഷി പറയുന്ന സാക്ഷിക്കൂട്ടിലല്ല, അഖിലയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിക്ക് മുന്നിലാണ്. അതെ ഗംഗ, വിലാസിനി ആന്റി മുടങ്ങാതെ നൽകുന്ന സ്ലോ പോയ്സൺ അതിന്റെ പണി തുടങ്ങിക്കാണും. എന്താ അരവിന്ദ്, മദ്യപിച്ചിട്ടുണ്ടോ? കുറച്ച് സ്മോൾ സ്മോൾ. പിണങ്ങല്ലോ മുത്തേ.
ഇനി സന്തോഷം കണ്ടല്ലേ? സന്തോഷം? എന്ത് സന്തോഷം? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ തോൽപ്പിച്ചതിന്റെ സന്തോഷം, കോടതി പാറ്റന്റ് സ്റ്റേ റദ്ദാക്കിയതിന്റെ സന്തോഷം. നമ്മള് വിജയിച്ചു കുട്ടിയേ. അങ്ങനെ അഖിലാണ്ടേശ്വരി എന്നുള്ള അമ്മയുടെ കിരീടത്തിൽ ഒരു തൂവലോടി ഇങ്ങനെ വീണു. കോടതിക്ക് അറിയില്ലല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢി അന്തസ്സൊക്കെ. അവിടെ നീതി ജയിച്ചു നന്ദന. എനിക്ക് സന്തോഷായി. സ്വന്തം അമ്മയുടെ പരാജയത്തിലുള്ള ഈ സന്തോഷവും ആഘോഷമൊന്നും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല അരവിന്ദ്. അതൊരു മകന് ഭൂഷണമല്ല. അറിയാം, നീ ഇതേ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി അല്ലേ? അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതാ. പക്ഷേ എനിക്കിത് ആഘോഷിക്കണം. ഞാൻ ഈ തൃച്ചംബരത്തിന് ചുറ്റും അമ്മിട്ടും പൂത്തിരിയൊക്കെ നിരത്തി വെച്ച് കത്തിക്കാൻ. സ്വന്തം അമ്മയെ തോൽപ്പിക്കാനാണെങ്കിൽ അതിന് ഈ അമിട്ടും പൂത്തിരിയൊക്കെ നിരത്തി വെച്ച് കത്തിച്ച പോരാ. അതുകൊണ്ട് അരവിന്ദിന് അഖിലാന്റിയെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തൊക്കെയാ പറയുന്നത്? കല്യാണി ഇപ്പോഴും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ പദവി രാജിവെക്കാത്തിടത്തോളം അഖിലാന്റിയുടെ വക്കീല് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ വിധി അഖിലാന്റിക്ക് തന്നെ അനുകൂലമായേനെ. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? അരവിന്ദിന്റെ ഈ വിജയാഘോഷവും പൂത്തിരി കത്തിക്കലും ഒക്കെ അമ്മയുടെ ഔദാര്യമാണെന്ന്. പേറ്റന്റ് വിഷയത്തിൽ കല്യാണി ജയിച്ചതല്ല, കല്യാണിയെ അഖിലാന്റി ജയിപ്പിച്ചതാ. കഷ്ടം. മാഡം, ഒഴിഞ്ഞ പാത്രങ്ങൾ എടുത്തോട്ടെ. എടുത്തോളൂ. മാഡം, അയ്യോ മാഡം, അറിയാതെ. ഓക്കെ, ക്ലീൻ ചെയ്തിട്ട് പൊക്കോളൂ. ശരി മാഡം. അയ്യോ, ഈശ്വര, എന്താടി നീ കാണിച്ചേ? നിനക്കെന്താ ബോധമില്ലേ? കഴിച്ച പാത്രം എടുത്തോണ്ട് പോകുന്നതിനിടയ്ക്ക് നിനക്കെന്താ ഇത്ര വെപ്രാളം? അതെ, നിന്റെ കണ്ണെവിടെ? മുഖത്താണോ അതോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്കൊക്കെ എന്താടി ഇത്ര ശ്രദ്ധയില്ലാത്തത്? നീ ഒറ്റ ഒരുത്തി കാരണം ഈ മുറി മുഴുവൻ വൃത്തികേടായില്ലേ? മാഡം, അത് കൈതട്ടി അറിയാതെ. ദേ, മിണ്ടിപ്പോവരുത്. അവളെ ന്യായീകരിക്കാൻ നോക്കുന്നു. അഹങ്കാരം, നിനക്കൊക്കെ അഹങ്കാരം.
ധിക്കാരം കാണിച്ചിട്ട് അവളുടെ ഒരു നിൽപ്പ് കണ്ടില്ലേ, ഒരു കൂസലും ഇല്ലാതെ. 4 നേരം തിന്നു മുടിപ്പിച്ച് യാതൊരു ജോലിയും ചെയ്യാതെ ശമ്പളവും മേടിച്ച് ഞങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ നാശങ്ങള്. യാതൊരു ആത്മാർത്ഥതയില്ല. നീയൊക്കെ എന്ത് മര്യാദകേട് കാണിച്ചാലും ഒരക്ഷരം മിണ്ടാതെ അതൊക്കെ സഹിച്ചു തരുന്ന ഞങ്ങളാ കുറ്റക്കാർ. നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളാൻ പറഞ്ഞേ? ചേച്ചി പുറത്തു പോകുന്ന സമയത്ത് ഈ പാത്രമൊക്കെ വന്ന് എടുത്തോണ്ട് പോകുന്നതല്ലേ ഒരു വേലക്കാരിയുടെ മര്യാദ? ഓ, അല്ലേലും തൃച്ചംബരത്ത് വന്നു കയറുന്ന എല്ലാ അടുക്കളക്കാരികൾക്കും എന്തും അങ്ങ് ആകാന്നായല്ലോ. എന്റെ കയ്യിൽ നിന്ന് നല്ല പേര് സമ്പാദിക്കാനായി ഇവിടെ ആരും ഒന്നും ചെയ്യണമെന്നില്ല. ആ, കറക്റ്റ് ചേച്ചി. അത് തന്നെയാ ഞാനും ഇവളോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ചേച്ചിയെ ഇവളുമാർക്കൊന്നും ഇപ്പൊ യാതൊരു ഭയവും ഇല്ലാതായിരിക്കുന്നു. നല്ലത് 4 പറ ചേച്ചി. ഞാൻ പറഞ്ഞത് ഈ സ്റ്റാഫിനോടല്ല, നിന്നോടാ. ചേച്ചി, അവളുടെ കൈതട്ടി അറിയാതെ ഈ ടോണിക്ക് താഴെ വീണതിന് എന്തൊക്കെ നീ അവളെ പറഞ്ഞത്? ഇവളൊരു മനുഷ്യ സ്ത്രീയല്ലേ? ഇവരാരും നിന്റെ വളർത്തുമൃഗങ്ങളൊന്നുമല്ല. പട്ടിയും പൂച്ചയെ ശാസിക്കും പോലെ അങ്ങ് ശാസിക്കാൻ. അതല്ല ചേച്ചി, ഞാൻ ദേഷ്യപ്പെട്ടത് അതിനൊന്നും അല്ല. ചേച്ചിയുടെ ക്ഷീണം മാറാൻ വാങ്ങി വെച്ചിരുന്ന ഈ ടോണിക്ക് ഇവള് താഴെ കളഞ്ഞില്ലേ, അതിനോ? എന്താ ഇത് മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടാത്ത സാധനമാണോ? നീ ഇത്രയേറെ അങ്ങ് വിഷമിക്കാൻ? ഈ വിറ്റാമിൻ ടോണിക് ആ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാൻ പറ്റാത്തതിന്റെ സങ്കടമൊന്നും അല്ല. ഇനിയും ആ സ്ലോ പോയിസൺ തിരക്കി നടക്കണമല്ലോ എന്നുള്ള ആദ്യ. ഇവരൊക്കെ ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ടാ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ടോണിക്കിന്റെ ക്യാപ്പ് നേരെ അടച്ചു വെച്ചില്ല. അതുകൊണ്ടാ അത് താഴെ വീണപ്പോഴേ നിലത്തേക്ക് വീണത്. ഇവളുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. ദിവ്യ മാഡം, പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കോ. ശരി മാഡം. അതെ, പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി പോടി. അയ്യോ, മറന്നുപോയി. ഞാൻ ഭവ്യമായി സംസാരിക്കാമല്ലോ. മാഡം, ഇവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് പുറത്തേക്ക് പോയാ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇവൾ എന്നെ നോക്കി ദഹിപ്പിക്കുക. ഇവിടെ ആരെ ദഹിപ്പിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. സാരമില്ല, പൊയ്ക്കോളൂ.